നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ ESPN FC പുറത്തുവിടുന്ന കാര്യം, ആൻറ്റോയിൻ ഗ്രീസ്മാൻ ടു MLS ഗ്രീസി എത്തുന്നു. ഓർലാൻഡോ സിറ്റി അദ്ദേഹവുമായിട്ട് ചർച്ചകൾ നടത്തുന്നു, കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ്. എന്നാൽ മറ്റു ചില സോഴ്സുകൾ നൽകുന്ന വിവരം ഒരു 3 ഇയർ ഡീലിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ്. Multiple reports indicate Orlando City SC are negotiating to sign Antoine Griezmann on a 3-year deal. നേരത്തെ ഗ്രീസി കൃത്യമായിട്ട് പറഞ്ഞതാ, തൻ്റെ ചൈൽഡ്ഹുഡ് റോൾ മോഡൽ ഡേവിഡ് ബെക്കാം ആയിരുന്നെന്നും താൻ ലോങ് സ്ലീവ് ധരിക്കുന്നത് പലപ്പോഴും ബെക്കാം കാരണമാണെന്നൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ബെക്കാമിന് ഇന്റർ മയാമി ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അവിടേക്കല്ലാതെ ഓർലാൻഡോ സിറ്റിയിലേക്ക് താരമെത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇപ്പോൾ ESPN FCയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഓർലാൻഡോ സിറ്റി ഈസ് ഇൻ ടോക്സ് ടു സൈൻ അത്ലറ്റിക്കോ മാഡ്രിഡ് അറ്റാക്കർ ആൻറ്റോയിൻ ഗ്രീസ്മാൻ, എ സോഴ്സ് ടോൾഡ് ESPN എന്നാണ്. ഒരു സോഴ്സിൽ നിന്ന് അവർക്ക് ലഭിച്ച വിവരമാണ്. ഓർലാൻഡോ സിറ്റി ആൻറ്റോയിൻ ഗ്രീസ്മാനെ സൈൻ ചെയ്യുന്നതിനുള്ള നെഗോസിയേഷൻസുമായിട്ട് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഇപ്പോൾ താരത്തിന് 2027 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ MLS സൈഡുമായിട്ട് ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫറിന് ചർച്ചകൾ നടത്തുന്നു എന്ന റിപ്പോർട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആരാധകരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. സാധാരണഗതിയിൽ കോൺട്രാക്റ്റിൻ്റെ അവസാന 6 മാസ സമയത്താണല്ലോ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ അനുമതി ഉണ്ടാവുക. പക്ഷേ താരം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ തടസ്സപ്പെടുത്തില്ല എന്ന് നേരത്തെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡും നിലപാടെടുത്തതാണ്. ഗ്രീസി റിപ്പീറ്റഡ്ലി പറഞ്ഞതാണ് തൻ്റെ കരിയറിൻ്റെ അവസാനം MLS ഐ ഹാവ് ഓൾവേസ് സെഡ് ഇറ്റ്, മൈ ടാർഗറ്റ് ഈസ് ടു എൻഡ് അപ്പ് ഇൻ MLS എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 2023 തന്നെ ESPN നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇറ്റ്സ് മൈ ഒബ്ജക്റ്റീവ് ടു ബി ദെയർ ആൻഡ് എൻഡ് മൈ കരിയർ ദെയർ, ടു ബി ഏബിൾ ടു എൻജോയ് ദി സ്പോർട്സ് ദെയർ, ഐ എം എ ബിഗ് ഫാൻ എന്നാണ് അന്ന് അദ്ദേഹം പറയുക. അമേരിക്കയിൽ പോയി കളിക്കുക, അമേരിക്കയിൽ കുറച്ച് നാൾ ജീവിക്കുക, അത് തൻ്റെ ലക്ഷ്യമാണ്. താനത് ലക്ഷ്യം വെക്കുന്നു, MLS പോയി കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയേണ്ടത്. എപ്പോഴാണ് ഈ ഒരു ഡീല് നടക്കുക, അതായത് ട്രാൻസ്ഫർ നടക്കുക, വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ താരം അത്ലറ്റിക്കോ മാഡ്രിഡിനൊപ്പമുള്ള തൻ്റെ സെക്കൻഡ് സ്റ്റിൻറ്റിലാണുള്ളത്. ഈ സെക്കൻഡ് സ്റ്റിൻറ്റിൽ അദ്ദേഹം 69 ഗോളുകൾ 187 മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ട്. 2021 ഗ്രീസി വീണ്ടും ആ ഒരു FC ബാഴ്സലോണയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആദ്യം സ്പെയിനിൽ റയൽ സോസിഡാഡിലായിരുന്നു. അതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം FC ബാഴ്സലോണയിലേക്ക് ചേക്കേറുന്നത്. ബാഴ്സലോണയിൽ അദ്ദേഹം 3 വർഷക്കാലമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആഫ്റ്റർ 2021 ഒരു ലോണിലാണ് അദ്ദേഹം ആദ്യം അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് രണ്ടാമത് ജോയിൻ ചെയ്തത്. പിന്നീട് അത് പെർമനൻ്റ് ട്രാൻസ്ഫർ ആക്കുകയായിരുന്നു. ഒരുപാട് കിരീടങ്ങൾ അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ട്. 2014 സൂപ്പർ കോപ്പ ഡി എസ്പാന, 2017-18 യൂറോപ്പ ലീഗ് ട്രോഫി, 2018 സൂപ്പർ കപ്പ്, ഇതെല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട്. 2021 കോപ്പ ഡെൽ റേ നേടുമ്പോൾ അദ്ദേഹം FC ബാഴ്സലോണയിലെ ടീമിലെ അംഗമായിരുന്നു. ഏതായാലും എന്ത് സംഭവിക്കും ഇനി എന്നുള്ളത് കണ്ടറിയണം. ഇതാ താരത്തിന് MLS ചേക്കേറാൻ താല്പര്യം. MLS ക്ലബ് ഓർലാൻഡോ സിറ്റി അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.